വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്യാപ്ചർ ടൈപ്പിംഗ് ജോബിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്ചർ ടൈപ്പിംഗ് ജോബ് ഞാൻ പരിചയപ്പെട്ടത് ഏകദേശം ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ 6-8 രൂപയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ സംഭവത്തിലൊക്കെ കയറി ഒന്ന് ട്രൈ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു വെബ്സൈറ്റ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ആ ഒരു വെബ്സൈറ്റ് document.google.com എന്ന് പറയുന്നത്. ഇത് ശരിക്കും ക്യാപ്ച ടൈപ്പിംഗ് എന്നതിൻ്റെ ഒരു വെബ്സൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കണ്ട ആ ഒരു സംഭവത്തിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ലിങ്കാണ്. ആ ലിങ്കിനകത്ത് കയറുമ്പോൾ ഇങ്ങനെയാണുള്ളത്. അതായത് ഗൂഗിൾ ഡോക്യുമെൻ്റ് നമ്മൾ ഏകദേശം ഈ സെമിനാർ അല്ല സർവീസൊക്കെ ചെയ്യുമല്ലോ. സർവീസൊക്കെ ചെയ്യുമ്പോൾ ഗൂഗിൾ ഡോക്യുമെൻ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ ഡിഗ്രിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലാണ് ഉണ്ടായിരുന്നത് ആ ഒരു ലിങ്ക് കണ്ട് അതിനകത്ത് കയറിയപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ക്യാപ്ചർ ടൈപ്പിംഗ് ഓൺലൈൻ ജോബാണ്. നിങ്ങൾക്ക് മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ആപ്പിൽ PC യിലൊക്കെ ചെയ്യുക. ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫീ ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. 100% ലെജിറ്റിമേറ്റ് ആണ്, ജെന്യൂൻ ആണ്, വീക്ക്ലി ആണ് പേയ്മെൻറ്റ് ഉള്ളത്. 4 ട്രാൻസാക്ഷൻസ് ആണ് മാക്സിമം ഒരു മന്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇത്രയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ്, ഫ്രഷേഴ്സിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ട് വളരെ ഓരോ സംഭവങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഇതിനകത്ത് താഴെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ നെക്സ്റ്റ് എന്ന ഓപ്ഷനിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വേറൊരു പേജിലോട്ട് റീഡയറക്റ്റ് ആവും. ഇവിടെ ജോബ് ആപ്ലിക്കേഷൻ പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ഫീ ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, അതുപോലെ തന്നെ ഒരിക്കലും പേയ്മെൻ്റ് ഒന്നും ചോദിക്കത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ജോബും ട്രെയിനിങ്ങും തരുമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് ഞാൻ ഒരു 2-3 മാസം മുന്നേ സംഭവങ്ങൾ, പേരും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഈ ഒരു ഫോം ഞാൻ സബ്മിറ്റ് ചെയ്ത് ഏകദേശം 2-3 മാസത്തോളമായി. ഇതുവരെയായിട്ട് ഈ ഒരു സംഭവത്തൊന്നും അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെയിലോ സംഭവങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ശരിക്കും ഒരു ക്യാപ്ചർ ടൈപ്പിംഗ് ജോബ് തന്നെ ആണോ എന്നാണ് പിന്നീട് എനിക്കൊരു സംശയം. പക്ഷെ ഞാൻ കണ്ട ഒരു ഇതിൽ വന്നിട്ട് ഒരു ക്യാപ്ച എൻ്റർ ചെയ്താൽ തന്നെ 6 രൂപ 8 രൂപയൊക്കെ കിട്ടും. അപ്പോൾ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, എന്തായിരിക്കും സംഭവം, അത്രയൊക്കെ ശരിക്കും കിട്ടുമോ, ഇങ്ങനെയൊക്കെയൊക്കെ ഒരു ക്യാപ്ചർ ടൈപ്പിംഗ് ജോബ് ഉണ്ടോ. ക്യാപ്ചർ ടൈപ്പിംഗ് ജോബ് എന്ന് പറയുമ്പോൾ വളരെ ഈസിയായ ഒരു ജോബാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംഭവം ഉണ്ടാവില്ല. ജസ്റ്റ് കാണുന്ന സാധനം അടിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ സംഭവമൊക്കെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്താൽ കിട്ടുമോ എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ കയറി എൻ്റർ ചെയ്ത് സംഭവങ്ങൾ ഡീറ്റെയിൽസൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് സംഭവങ്ങളൊക്കെ സബ്മിറ്റൊക്കെ ചെയ്ത്. പക്ഷേ ഇന്നേ വരെയായിട്ട് ഇതൊന്ന് പ്രത്യേകിച്ച് റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാപ്ചർ ടൈപ്പിംഗ് ജോബ് ഇത് ഫേക്ക് ആയിരിക്കുമോ, ഇല്ല ശരിക്കും ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ ആർക്കെങ്കിലും ജോബ് കിട്ടി അവർ വർക്ക് ചെയ്ത് അവർക്ക് നിന്ന് വല്ല പേയ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മാത്രമല്ല, ഇത് വന്നിട്ട് document.google.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ്, അതായത് ഏകദേശം ഗൂഗിൾ ഡോക്യുമെൻ്റ് പോലെ ഒരു ഫോം പോലെയാണ് അവർ റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ട്രസ്റ്റ് പൈലറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക, ഇത് ഫേക്ക് ആണോ റിയൽ ആണോ, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്ത ആൾക്കാരുടെ റിവ്യൂ ഒന്ന് കളക്ട് ചെയ്യാന്ന് വെച്ചാൽ അതും ഇങ്ങനത്തെ ക്യാപ്ചർ ടൈപ്പിംഗ് ജോബിൽ പോസിബിൾ അല്ലാത്തതാണ്. അപ്പോൾ ഇത്തരം ക്യാപ്ചർ ടൈപ്പിംഗ് ജോബിൽ ഞാൻ കയറി രജിസ്റ്റർ ചെയ്ത് ഏകദേശം 3 മാസമായി. ഇതുവരെ പ്രത്യേകിച്ച് റെസ്പോണ്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും വെബ്സൈറ്റിനകത്ത് കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട്, ഇമെയിൽ ത്രൂ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളവരുണ്ടെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നെപ്പോലെ ഓൺലൈൻ ഏർണിങ്സ് നോക്കുന്നവരും പുതുതായിട്ട് ഓൺലൈൻ ഏർണിങ്സ് നോക്കി വരുന്നവർക്കൊക്കെ നമ്മുടെ ഈ ഒരു കമൻറ്റ്സ്, നിങ്ങൾ ഇടുന്ന കമൻറ്റ്സ്, ട്രൂത്തായ കമൻറ്റ്സ് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ ഉള്ളൂ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയ ഒത്തിരി വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ചാനലിനകത്ത് തന്നെ ഇവിടെ പ്ലേലിസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഒത്തിരി സംഭവങ്ങൾ കാണാം. ഇതിൽ ഓരോന്നും ഐ ഗോട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഞാനിതിനകത്ത് പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് ഞാൻ
സംഭവങ്ങളൊക്കെ പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഏത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് നോക്കുന്നവരോട് പറയാനുള്ളത് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കമൻസിൽ എന്നും നോക്കാറുണ്ട്. പലർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പലരും ചോദിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനർത്ഥം ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതാണ്. നിങ്ങൾക്ക് അത്രയ്ക്കും പെട്ടെന്ന് ചില വീഡിയോസൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കുറച്ച് ലെങ്തിയൊക്കെ ആയിപ്പോയി എന്നൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്തിരി സ്പീഡൊക്കെ കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഫുള്ളായിട്ട് തന്നെ മാക്സിമം ഫുള്ളായി കണ്ടിട്ട് മാത്രം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട് അതിനകത്ത് എൻ്റെ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുള്ള് നോക്കിയിട്ട് പിന്നെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യുക. പിന്നെ ഈ മാക്സ് പ്ലസ് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരുപാട് കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്. വാലറ്റിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാക്സ് പ്ലസ് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് ഓരോ വീഡിയോയിലും ഞാൻ അത്രയും ക്ലിയറായിട്ട് മാക്സിമം എന്നെക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ക്ലിയറായിട്ട് തന്നെ വൃത്തിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം മാക്സിമം ഈ ഒരു വീഡിയോനകത്ത് തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതല്ലാണ്ട് പുതുതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിനൊക്കെ മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും ചിലപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാവും, ചിലപ്പോൾ അധികം അതിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണാണ്ട് സ്കിപ്പ് അടിച്ച് കാണുന്നതുകൊണ്ടാവും നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ട്. അപ്പോൾ മാക്സിമം ഇത്തരം ഡൗട്ടും വരുന്ന കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ നോക്കുക. ഇത്തിരി സ്പീഡൊക്കെ കൂട്ടി വെച്ച് കാണാൻ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അങ്ങനെ കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനെ കുറിച്ചോ വെബ്സൈറ്റിനെ കുറിച്ചോ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. ഒരു പേര്, വെബ്സൈറ്റിൻ്റെ പേര് അല്ലെങ്കിൽ ആപ്പിൻ്റെ പേര് കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. ഇത്രയും നേരമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം AG.